ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരുന്ന ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. അങ്ങനെ നമ്മുടെ രേവതി വളരെ കഷ്ടപ്പെട്ട് സച്ചിയെ പുറത്തിറക്കിയിരിക്കുകയാണ്. അങ്ങനെ വെളിയിൽ വന്ന് സച്ചിയുടെ അങ്ങനെ കേസും പൊല്ലാപ്പും ഒക്കെ ഒഴിഞ്ഞു. ചന്ദ്രമതി മുത്തശ്ശിയെ പറ്റിച്ച് നേടിയ കാശും ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പം ഇതിനൊക്കെ കാരണക്കാരിയായിട്ടുള്ളത് രേവതിയാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ചന്ദ്ര പെരുമാറാൻ തുടങ്ങുകയാണ്. ചന്ദ്രമതി രവിയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായോ മനുഷ്യ, നിങ്ങൾ മുൻപും പിൻപും ഒന്നും ചിന്തിക്കാതെ കല്യാണം നടത്തി കൊടുത്തതല്ലേ. ഇവര് തങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ പൊരുത്തം ഉണ്ടോന്ന് പോലും നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ. നിങ്ങൾ ആ സമയത്ത് നാട്ടുകാരുടെ മുന്നിൽ നിന്നും തല ഉയർത്തി നിൽക്കണമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും വലിയ തിരിച്ചടികളൊക്കെ കിട്ടുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. സച്ചി ഇവളെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എത്ര ഭംഗിയായിട്ടാണ് കുടുംബം നോക്കിയിരുന്നത്. അവൻ ഒന്നും ഇല്ലെങ്കിലും നല്ല രീതിയിൽ ഡ്രൈവിംഗ് ചെയ്തും അങ്ങനെയൊക്കെ കുടുംബം നോക്കിയിരുന്നവനല്ലേ. അവന് കുറച്ച് ഒരു വെള്ളം അടിക്കുന്ന സ്വഭാവം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം അവനില്ലാത്ത പ്രശ്നങ്ങളില്ല, കടം, അത് മാത്രോ ഇപ്പൊ അവന്റെ വണ്ടി പോയി, പോലീസ് സ്റ്റേഷനിൽ വരെ അവൻ കയറേണ്ടി വന്നു. ഇതിനൊക്കെ കാരണക്കാരി ആ പെണ്ണായിരിക്കും. നിങ്ങൾ സുധിയുടെയും രേവതിയുടെയും കല്യാണം അല്ലേ ഉറപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ നാളുകളും പൊരുത്തങ്ങളും നോക്കിയാണ് നിങ്ങൾ മുഹൂർത്തം വരെ നിശ്ചയിച്ചത്. അതുകൊണ്ട് രേവതിയും സച്ചിയും തമ്മിലുള്ള പൊരുത്തം നിങ്ങൾ ചിന്തിക്കണമെന്നും പറഞ്ഞ് ചന്ദ്രമതി ആണെങ്കിൽ രവിയോട് തട്ടിക്കയറുകയാണ്. രവി പറയുന്നുണ്ട്, എന്റെ പൊന്നു ചന്ദ്രേ, ഇപ്പൊ തന്നെ രേവതിയും സച്ചിയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നു. അതിനിടയിൽ അവൻ കേസിലും ഒക്കെ പെട്ടു. നീ ആയിട്ട് ഇനി അതിൻ്റെ ഇടക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ദയവ് ചെയ്ത് അവളെ കുറിച്ച് ഇതുമാതിരിയുള്ള വർത്തമാനങ്ങളൊന്നും പറയരുത് എന്നും പറഞ്ഞ് രവി നമ്മുടെ ചന്ദ്രയെ താക്കീത് ചെയ്യുമ്പോഴത്തേക്കിനും ചന്ദ്രമതി ആണെങ്കിലോ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, എൻ്റെ കുടുംബമാണ് മുടിഞ്ഞു പോകുന്നത്. ഇവൾ എന്ന് വലതുകാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങി ഈ കുടുംബത്തെ കഷ്ടകാലം എന്നും പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അങ്ങ് കയറി പോവാണ്. അപ്പൊ രേവതി ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പുറം റൂമിലിരുന്ന് കരയുകയാണ്. തന്നെ കുറിച്ചിട്ടാണ് ഇത്രയും മോശമായിട്ട് തന്റെ അമ്മ പറയുന്നത്. അപ്പം അവളാണെങ്കിൽ വലിയ വിഷമത്തിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും വിഷമിച്ചിരുന്നിട്ടും കാര്യമില്ലല്ലോ. ഈ വീട്ടിലെ പണികൾ മുഴുവൻ ചെയ്യേണ്ടത് തന്റെ ഡ്യൂട്ടിയാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് രേവതി കിച്ചണിൽ കയറുമ്പോഴത്തേക്കിനും സാധാരണ നമ്മുടെ ചന്ദ്രമതി ഓർഡർ ഇടുന്നത്, ഞാൻ എന്ത് ഫുഡാണോ ഉണ്ടാക്കാൻ പറയുന്നത് ആ ഫുഡ് മാത്രമേ നിങ്ങൾ ഉണ്ടാക്കാവുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശമാണല്ലോ. അതുകൊണ്ട് തന്നെ അമ്മയോട് ചോദിച്ചാലോ എന്ന് വിചാരിച്ച് അവൾ ചെല്ലുമ്പോഴത്തേക്കിനും ചന്ദ്ര നല്ല ഉറക്കമാണ്. ഇനി ചന്ദ്രമതിയുടെ ഉറക്കവും കഴിഞ്ഞ് ചോദിക്കുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കിനും മിക്കവാറും ഇന്ന് ഉച്ചയൂണ് വൈകുന്നേരം ഊണാകും. അതുകൊണ്ട് തന്നെ താനിപ്പോൾ ചോറ് വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നും വിചാരിച്ച് അവൾ ആ അരിപ്പാത്രത്തിൽ നിന്നും അരി എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ചന്ദ്ര ഇങ്ങ് വരികയാണ്. നിന്നോട് ആരാ പറഞ്ഞ് എൻ്റെ വീട്ടിലെ അരിപ്പാത്രത്തിൽ തൊടാനെന്നും പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും, അമ്മ ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അരിയെടുത്തേന്നും പറഞ്ഞ് അവൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും, വന്ന് നീ ഇപ്പൊ എന്നോട് തട്ടിക്കയറാനും തുടങ്ങിയല്ലേ. നീ ഒറ്റൊരുത്തി കാരണമാണ് ഈ വീട്ടിൽ ഇത്ര കണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് നീ അരിയെടുത്താൽ മതി, അല്ലെങ്കിൽ ഞാൻ നിനക്ക് അരിയെടുത്ത് തരും, എന്നിട്ട് നീ കഞ്ഞി വെച്ചാൽ മതിയെന്ന് പറയുമ്പോൾ അമ്മയോട് ഞാൻ ചോദിക്കാൻ റൂമിലേക്ക് വന്നു. ആ സമയത്ത് അമ്മ നല്ല ഉറക്കമായിരുന്നത് കൊണ്ടാണ് അമ്മയെ ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഈ അരി എടുത്തത്. നീ അരി എടുത്ത് ഇപ്പൊ നോക്ക്, ഇത്രയും ഞങ്ങൾക്ക് ദാരിദ്ര്യം വന്നിട്ടില്ല, ഇപ്പൊ ഇതിനകത്ത് അരി പോലും ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ കുറ്റം പറയുമ്പം അവളാണെങ്കിലും നിന്ന് കരയാണ്. ഇതുപോലെ കഷ്ടകാലം പിടിച്ച ഒരു അപശകുനത്തെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നും പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കിനും ഇതൊക്കെ കേട്ടുകൊണ്ട് രവി വരികയാണ്. ചന്ദ്രേ, നിന്നോട് ഞാനൊന്ന് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നും ചോദിച്ച് ചന്ദ്രമതിയോട് രവിയും ദേഷ്യപ്പെട്ടു. അപ്പൊ പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞു, എവിടെയോ വഴി കിടന്ന് മരിച്ച ഇവളുടെ അച്ഛനോടുള്ള സ്മരണ പുതുക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എൻ്റെ മകന്റെ തലയിൽ ഇവളെ കെട്ടിവെച്ചത്. ആയിക്കോട്ടെ, അത് നടന്നില്ല, അത് പോരാഞ്ഞിട്ട് നിങ്ങൾ ആ സച്ചിയെ വരെ നശിപ്പിച്ചില്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ എന്നും പറഞ്ഞ് ചന്ദ്രമതി പിന്നെയും രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഈ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കിനും രവി ആണെങ്കിൽ, മോളെ പോട്ടെ, നീ വിഷമിക്കണ്ട കേട്ടോ, അവളുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ എന്നും പറഞ്ഞ് രേവതിയെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ രേവതി റൂമിലേക്ക് പോയി. അവിടെ പോയി അവൾ പൊട്ടിക്കരയുന്ന ആ ഒരു സമയത്ത് ചന്ദ്രമതി ആണെങ്കിലോ,
ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഓടിക്കണം, അല്ലെങ്കിൽ തൻ്റെ കുടുംബം മുടിഞ്ഞു പോകുമെന്നുള്ള ഒറ്റ ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ രേവതി, ഇനിയിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയാലും കുറ്റം, ഉണ്ടാക്കിയില്ലെങ്കിലും കുറ്റം തന്നെയാണല്ലോ, ഒന്നുകൂടി പോയി ചോദിച്ചു നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. അമ്മയാണെങ്കിൽ അടുക്കള കയറുന്ന ലക്ഷണവും ഇല്ല. സച്ചിയും അതുപോലെ തന്നെ അച്ഛനും ഒക്കെ സമയത്തിന് ഭക്ഷണം കഴിക്കണ്ടേന്ന് വിചാരിച്ച് അവൾ ഒരിക്കൽ കൂടി ചന്ദ്രമതിയോട് പോയി ചോദിക്കുമ്പോഴത്തേക്കിനും ചന്ദ്ര വീണ്ടും വീണ്ടും നീ ഒരു നാശം പിടിച്ചവളാണെന്നും ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിന്ന് നീ വന്നത് കൊണ്ടാണ് തങ്ങളും ഇങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് പോയത് എന്നും ഒക്കെ പറയുക. അപ്പൊ പെട്ടെന്ന് തന്നെ രവി വന്നു. രവി വരുമ്പോഴത്തേക്കിനും രേവതി ആണെങ്കിൽ റൂമിലേക്ക് വീണ്ടും പോയി. അപ്പൊ രവി പറയുന്നുണ്ട്, ചന്ദ്രേ, നിന്റെ ഈ സ്വഭാവം എന്നാടി നീ ഇനി നന്നാകുന്നതെന്ന് ചോദിക്കുമ്പം, അതെ, ഇത്രയും ദിവസം ഈ വീട്ടിൽ അരിക്ക് ഒരു മുട്ടും ഇല്ലായിരുന്നു. ഇപ്പൊ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് നോക്ക്, ആ അരിപ്പാത്രത്തിൽ അരി പോലും ഇല്ല. ചന്ദ്ര, നീ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? രേവതിയും സച്ചിയും ഒക്കെ അമ്മയുടെ അടുത്തല്ലായിരുന്നോ? അവര് വന്നത് ഇന്നലെ അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മള് നിന്റെ വീട്ടിലും പോയത് കൊണ്ട് അരിയൊന്നും വാങ്ങി വെച്ചിട്ടില്ല. അരി സാധനം വാങ്ങി വെച്ചാലല്ലേ ഉണ്ടാകുള്ളൂ, അല്ലാതെ എന്തിനാ നീ അതിനൊക്കെ അവളെ കുറ്റം പറയുന്നത് എന്നും പറഞ്ഞ് ചന്ദ്രയോട് വീണ്ടും വീണ്ടും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിനും ചന്ദ്രയാണെങ്കിൽ, ഇല്ല മനുഷ്യ, നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒന്ന് പ്രശ്നം വെച്ച് നോക്ക്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക. അപ്പൊ രേവതി ആണെങ്കിൽ ഈ സമയത്ത് റൂമിലിരുന്ന് കരയുക. തനിക്കൊരാശ്വാസത്തിനും ഒരാശ്വാസ വാക്ക് പറയാനും ആരും ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം. അങ്ങനെ അവളാണെങ്കിലോ നമ്മുടെ അച്ചമ്മയെ വിളിക്കുക. അപ്പം അച്ചമ്മയെ വിളിച്ച പാടെ തന്നെ രേവതി പൊട്ടി കരയുമ്പോഴത്തേക്കിനും അച്ചമ്മയ്ക്ക് സങ്കടമായി. അച്ചമ്മ പറയുന്നുണ്ട്, എന്തിനാ എൻ്റെ മോൾ ഇങ്ങനെ കരയുന്നത്? മോളെ, മോൾക്ക് അച്ചമ്മയുണ്ടല്ലോ, അച്ചമ്മ ഞാനും സച്ചിയും കൂടി അങ്ങോട്ടേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ച് രേവതി വീണ്ടും കരയുകയാണ്. മോളെ, നീ കരയാതെ കാര്യം പറയേ, എന്താ ചന്ദ്ര എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോന്ന് അച്ചമ്മ ചോദിക്കുമ്പം, അതെ, ഇപ്പൊ ഞാൻ അപശകുനമാണെന്നും മുത്തശ്ശി പറയുന്നത് എന്താ, ഞാൻ മഹാലക്ഷ്മിയാണെന്ന്. പക്ഷേ ഇവിടെ എൻ്റെ അമ്മായിയമ്മ പറയുന്നത് ഞാൻ അപശകുനമാണെന്ന് തന്നെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അച്ചമ്മ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്നും പറഞ്ഞ് അവള് കരച്ചിലോട് കരച്ചില്. അപ്പം നമ്മുടെ അച്ചമ്മയാണെങ്കിലോ, മോളെ നീ വിഷമിക്കണ്ട, ചന്ദ്രയെ ഒതുക്കാനുള്ള കാര്യങ്ങൾ അച്ചമ്മ ചെയ്തോളാം, നീ സമാധാനമായിട്ട് അവിടെ ഇരിക്കുമെന്നും പറഞ്ഞ് അച്ചമ്മ ഫോൺ വെക്കുകയാണ്. പിന്നീട് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ തന്നെ നമ്മുടെ അച്ചമ്മ വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ. അത്തരത്തിലുള്ള ഒരു വിശേഷമാണ് ഇനി വരാനിരിക്കുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്